എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 14-ാം അധ്യായം 19-ാമത് വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: സമാധാനത്തിനായുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രമിക്കുന്നവരായി തീരണം എന്ന വാക്കുകളാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സമാധാനത്തിൽ പാർക്കാൻ തക്ക തലത്തിൽ ആഗ്രഹിക്കുന്നവരും ചിന്തിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുമായി നിങ്ങൾ തീരണം എന്നുള്ള വാക്കുകളാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവായ യേശു മശീഹ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തുന്ന വാക്കിങ്ങനെയാണ്: സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന വാക്കുകളാണ്. ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരും തർക്കിക്കുന്നവരും വാദിക്കുന്നവരുമല്ല. ഏതു വിധേനയും സമാധാനമുണ്ടാക്കുവാൻ ഉത്സാഹിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ മക്കളാണ് എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നാം നോക്കിയാൽ താൻ തൻ്റെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, സമാധാനമില്ലാത്ത ഇടങ്ങളിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ സമാധാനം അവർക്ക് നൽകിയിട്ട് മാത്രമേ പോകുകയുള്ളൂ എന്ന പദമാണ്. സമാധാനം ആഗ്രഹിക്കുകയും സമാധാനം ജീവിതം നയിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് നമുക്കവിടെയൊക്കെ കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കേണ്ടതിന് അവർ പിടിക്കുകയും മാറി മാറി കോടതികളിൽ വിസ്തരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മതക്കോടതിയിലെ വിസ്താരം കഴിഞ്ഞ് നിയമക്കോടതിയിലെ വിസ്താരത്തിനു വേണ്ടി യേശുവിനെ കൊണ്ടുവരികയും ആ കാലഘട്ടത്തിൽ വിസ്തരിപ്പാൻ യോഗ്യന്മാരായിരുന്ന പീലാത്തോസും ഹേരോദാവും തമ്മിൽ വൈരാഗ്യമുള്ളവരായി, സമാധാനമില്ലാത്തവരായി ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കെയാണ് പീലാത്തോസ് തൻ്റെ അരികിൽ നിന്ന് യേശു കർത്താവിനെ ഹേരോദാവിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടത്. ഹേരോദാവിനെ പീലാത്തോസിനും വ്യക്തിപരമായി ഇഷ്ടമില്ലെങ്കിലും ഹേരോദാവിൻ്റെ അരികിലേക്ക് യേശുവിനെ വിസ്തരിപ്പാൻ വേണ്ടി വിടുക കൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുകയാണ്: അന്ന് ഹേരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതരായി തീർന്നു. മുമ്പ് അവർ തമ്മിൽ വൈരികളായിരുന്നു എന്നോർപ്പിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് നമ്മളോട് നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കണമെന്നും സമാധാനമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നവരാകണമെന്നും സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്നും ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നവനാണെന്നും എൻ്റെ സാന്നിധ്യമുള്ളിടത്തൊക്കെ സമാധാനമുണ്ടെന്നും പഠിപ്പിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നാം സമാധാനമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നവരും സമാധാനത്തിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നവരുമായി തീരുകയും ആ തലത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരായി തീരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം.
അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ സമാധാനം നിഷേധിക്കുന്നവരായി, സമാധാനം കെടുത്തുന്നവരായി തിരികെയല്ല, സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ആ തലത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അത്ഭുതങ്ങൾ കൊണ്ട് ഞങ്ങളെ നയിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.